Okay. So basically, our behavior impact the environment in a positive way or in a negative way. നമ്മളുടെ ബിഹേവിയർ എൻവയൺമെൻറ്റിന് ഒരു പോസിറ്റീവ്ലിയും നെഗറ്റീവ്ലിയും എഫക്റ്റ് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, വേസ്റ്റിംഗ് വാട്ടർ എഫക്ട്സ് നാച്ചുറൽ റിസോഴ്സസ്, കൺസേർവിങ് ഇറ്റ് ഹെൽപ്സ് ദി എൻവയൺമെൻറ്റ്. ഓക്കെ, ബേസിക്കലി നമ്മളെടുത്ത് വാട്ടർ ഉണ്ട്. ഓക്കെ, നമ്മളെടുത്ത് നല്ലോണം വാട്ടർ ഉണ്ട്. ബട്ട് വാട്ട് വി ഡു, നമ്മളിപ്പം വാഷ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ടാപ്പ് വാട്ടർ ഓൺ ചെയ്തിട്ട് അങ്ങനെ വെക്കും. ഓക്കെ, ദർ ആർ എ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ഡു ദാറ്റ്. ഓക്കെ, ബട്ട് നമുക്കത് അറിയില്ല, ലൈക്ക് ദ വാട്ടർ വേസ്റ്റിംഗ് നമുക്ക് അറിയില്ല. സോ ഹൗ ഇത് ഫ്യൂച്ചറിലോട്ട് പോയിട്ട് എന്ത് ചെയ്യും, ഇറ്റ്സ് ബേസിക്കലി ഗോയിങ് ടു നമുക്ക് വാട്ടർ ഇനി ഇല്ലാണ്ടാവും ഫ്യൂച്ചറിലോട്ട്, ബിക്കോസ് വി ആർ വേസ്റ്റിംഗ് വാട്ടർ. സോ ഇത് നേച്ചർ എഫക്റ്റ് ആവുകയാണ് ഇത് കാരണം. ഓക്കെ, ബിക്കോസ് നമ്മളെ ബിഹേവിയർ നമ്മൾ വാട്ടർ പ്രിസർവ് ചെയ്യാൻ നോക്കുന്നില്ല. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ഫ്യൂച്ചറിൽ എൻവയൺമെൻറ്റിൽ വാട്ടർ ഇല്ലാണ്ടായിപ്പോൾ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി സെക്കൻഡ് ലെവൽ, എങ്ങനെയാണ് നമ്മളുടെ ബിഹേവിയർ എൻവയൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ബേസിക് കോൺട്രിബ്യൂഷൻസ് എന്താണ് എൻവയൺമെൻറ്റ് സൈക്കോളജിയിൽ ബൈ എക്സ്പേർട്സ് നോക്കാം. ഓക്കെ, സോ ദ ഫസ്റ്റ് കോൺട്രിബ്യൂഷൻ വാസ് ഫ്രം Prushinsky. He contributed in 1976. Okay, so he believed that physical spaces like rooms, schools or hospital affected how we behave. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു എങ്ങനെയാണ് ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു വെന്റിലേഷനും ഇല്ലാത്ത ഒരു റൂം, ഒരു ഹോസ്പിറ്റൽ റൂം ആയിരിക്കട്ടെ, എന്തെങ്കിലും ഒരു റൂം ആയിരിക്കട്ടെ, ഈവൻ റൂം, യുവർ ബെഡ്റൂം, അതൊരു നല്ലൊരു റൂം അല്ലെങ്കിൽ എന്താണ്, അത് ബേസിക്കലി നമ്മളെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, നമ്മളെങ്ങനെയാണ് നമ്മൾ ഈവൻ ഇൻ സ്കൂൾസ് കുട്ടികൾക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു റൂം കിട്ടിയില്ലെങ്കിൽ കുട്ടികൾ മേ ബി കംഫർട്ടബിൾ ആയിരിക്കില്ല, ആൻഡ് ദ ബിഹേവിയർ വിൽ ബി എഫക്റ്റഡ്. സോ ദാറ്റ് ഈസ് വാട്ട് Prushinsky said. Okay, so next, Bell, Grieve, Fisher and Bow in 2001 അവർ emphasized ചെയ്തത്, they emphasized the mutual influence of human environment. അവർ basically emphasize ചെയ്തു that there is a mutual influence between ഹ്യൂമൻ ആൻഡ് എൻവയൺമെൻറ്റിൻ്റെ ഇടയിൽ ഒരു മ്യൂച്വൽ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് അവർ എംഫസൈസ് ചെയ്തു ഇൻ 2001. ഓക്കെ, പിന്നെ ഒരാളാണ് ഗിഫോർഡ് സെഡ് included big factors like culture, politics, economy as part of environment influence. ബേസിക്കലി ഗിഫോർഡ് പറഞ്ഞത് നമ്മളുടെ എന്താണ്, ബിഗ് ഫാക്ടേഴ്സ് ലൈക്ക് കൾച്ചർ, പൊളിറ്റിക്സ്, എക്കണോമി ആസ് പാർട്ട് ഓഫ് എൻവയൺമെൻറ്റ് ഇൻഫ്ലുവൻസ്. നമ്മൾ എൻവയൺമെൻറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ബിഗ് ഫാക്ടേഴ്സ് ആണ് നമ്മളുടെ